അങ്ങനെ ഞായറാഴ്ചയായിട്ട് നമ്മുടെ പരിപാടി രാവിലെ ഒരു കോള് വന്ന് ഭിത്തി തുറന്ന് ചെറുതായിട്ട് കൈ പെരുക്കുന്നുണ്ട്. അതേപോലെ ഒരു സ്വിച്ച് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കാൻ വന്ന് ഈ ബോർഡിൻ്റെ അകത്താണ് കംപ്ലയിൻറ്റ് വന്നേക്കുന്നത്. അങ്ങനെ നമുക്കിനി ആ ബോർഡ് ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ LESൻ്റെ E² ആണ് ഇതിൻ്റെ അകത്ത് സെറ്റാക്കി നിർത്തിയേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു മെനക്കെട്ട പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂ അഴിച്ചെടുക്കുന്നതാണ്. കണ്ടില്ലേ, സ്ക്രൂ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത്. പ്ലെയർ കൊണ്ടൊക്കെ തിരിച്ചിട്ടാണ് അഴിച്ചെടുക്കുന്നത്. കാരണം അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊന്നുമില്ല. ഇതേ ഒരു ഇച്ചിരി മെനക്കെട്ട പണി വരുന്നത്. അങ്ങനെ നമ്മൾ അത് അഴിച്ച് ഇളക്കിയതിന് ശേഷം പ്ലേറ്റ് ഇളക്കിയതിന് ശേഷം ആ സ്വിച്ച് ബോർഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, അത് എങ്ങനെ ഇരിക്കുകയെന്ന്. മൊത്തത്തിൽ തുരുമ്പ് കയറി മൊത്തം പോയത്. അതിൻ്റെ ലോക്ക് തന്നെ ഇപ്പം പോകുന്ന രീതിയിലാണ് ഇരിക്കുന്നത് തന്നെ. ഫുള്ളും അങ്ങ് തുരുമ്പായി. അതേപോലെ ബോഡി എർത്തും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് ഇവിടുത്തെ RCCB ട്രിപ്പായില്ല. അതിൻ്റെ അകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതാണ്ട് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ DB. ഈ DBക്കകത്ത് ഇരിക്കുന്നത് പറഞ്ഞാൽ 25 ആംസിൻ്റെ MCB അതുപോലെ 16-ൻ്റെയൊക്കെ MCBകളാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു RCCBയോ അല്ലെങ്കിൽ ഒരു ELCBയോ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്വിച്ച് ബോർഡൊക്കെ ബോഡി എർത്ത് ചെയ്ത കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഇവിടെ ട്രിപ്പിംഗ് ആയേനെ. ഇങ്ങനെ ചെയ്യുന്നത് വലിയ